ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹീതമായ സമയത്തിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ആഴ്ചവട്ടങ്ങളിൽ ഞങ്ങളുടെ ഈ സന്ദേശം ശ്രവിച്ച എല്ലാ സഹോദരി സഹോദരങ്ങൾ, ദൈവദാസന്മാർ, പ്രിയപ്പെട്ടവർ എല്ലാവർക്കും ഒരിക്കൽ കൂടെ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. വീണ്ടും നമുക്ക് തൂണ് എന്നുള്ള തൂണിൻ്റെ നമ്മൾ അതിൻ്റെ ചുവട് എന്നുള്ള ഭാഗം വരെ നമ്മൾ ചിന്തിച്ചു. ചുവട് നിൽക്കുന്നവർക്ക് മാത്രമേ കർത്താവിൻ്റെ വരവ്, ക്രിസ്തുവാകുന്ന ചുവട് നിൽക്കുന്നവർക്ക് നിത്യതയിലേക്ക് പ്രവേശിക്കാൻ കഴിയൂ എന്നുള്ളതിന് നമുക്ക് ആധാരമായി ഇതര തിരുവെഴുത്തുകൾ നമ്മൾ ചിന്തിച്ചു. ആ തൂണിൻ്റെ ഇനിയും മറ്റ് ചില ഭാഗങ്ങളിലൂടെ നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ആകയാൽ നമുക്ക് ആ ഭാഗങ്ങളിലേക്ക് കടന്നു വരാം. ഒരിക്കൽ കൂടി നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു. ഞാൻ മുമ്പ് പറയുന്നത് പോലെ നമുക്ക് ഈ പ്രോഗ്രാം ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവർ തികച്ചും അലക്ഷ്യമായ ഒരു അന്തരീക്ഷത്തിൽ സന്ദേശം ശ്രവിക്കരുത്. നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ ഇത് കണ്ടാൽ മതി, ഇത് എന്താണെന്ന് ഗ്രഹിച്ചാൽ മതി. അതിന് നിങ്ങളൊരു സമയം വേർതിരിച്ച് ശാന്തമായ ഒരു അന്തരീക്ഷത്തിൽ, മറ്റ് ശബ്ദകോലാഹലങ്ങളോ ഒന്നുമില്ല, ഏകാഗ്രതയോടുകൂടെ നിശബ്ദമായ ഒരു അന്തരീക്ഷത്തിലിരുന്ന് പ്രാർത്ഥനയോടുകൂടെ ഈ ഭാഗം ശ്രവിക്കാൻ നിങ്ങളെ ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അതിൻ്റെ തൂണിൻ്റെ മുകൾ ഭാഗത്ത് കുമിഴുകൾ എന്നൊരു ഭാഗമുണ്ട്. നമുക്ക് പുറപ്പാട് പുസ്തകം 38-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യം വായിക്കാം. മതി. ഇതിൻ്റെ ഈ തൂണുകളുടെ മുകൾ ഭാഗത്ത് കുമിഴ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. തൂണിൻ്റെ മുകൾ ഭാഗം, നമുക്ക് അതിന് കുമിഴ് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കുമെന്ന് ചോദിച്ചാൽ, നമ്മുടെ വീടുകളിൽ ഒക്കെ സ്റ്റെയർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സൈഡിൽ നമ്മളൊരു ഗ്രില്ലൊക്കെ ചെയ്യാറുണ്ട്. അതിൽ നമ്മൾ അതിന് കൊടുക്കുന്ന പില്ലറിൻ്റെ മുകളിൽ ഒരു ഭാഗം നമ്മളിങ്ങനെ ചെയ്യാറുണ്ട്. ഒരു ഭംഗിക്ക് വേണ്ടി ചെയ്യുന്നതാണ്. അതുപോലൊരു സാധനമാണ് ഈ കുമിഴെന്ന് പറയുന്നത്. അങ്ങനെ ഒരു ഭാഗം ഈ തൂണിൻ്റെ മുകൾ ഭാഗത്ത് നിങ്ങൾക്കൊരു പക്ഷേ കാണാമായിരിക്കാം. അതിൻ്റെ മുകൾ ഭാഗത്തൊരു കുമിഴുണ്ട്. ആ കുമിഴുകൾ അത് തടിയിൽ ഈ ഖദരമരം കൊണ്ട് ചെയ്തത് തന്നെയാണ്. പക്ഷേ അതിനെ തീർത്തിരിക്കുന്നത്, അതിനെ പൊതിഞ്ഞിരിക്കുന്നത് വെള്ളി കൊണ്ട് പൊതിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ വെള്ളി തിരുവെഴുത്തിൽ, പഴയ നിയമത്തിൽ വെള്ളി വീണ്ടെടുപ്പ് വിലയെ കാണിക്കുന്നു. അപ്പോൾ ആരാലാണ് വീണ്ടെടുത്തതെന്ന് ചോദിച്ചാൽ ക്രിസ്തുവിൻ്റെ രക്തത്താലാണ് വീണ്ടെടുക്കപ്പെട്ടത്. അങ്ങനെയാണെങ്കിൽ ക്രിസ്തു നമ്മുടെ വീണ്ടെടുപ്പുകാരനാണ്. ഈ വെള്ളി ക്രിസ്തുവിന് നിഴലായി നിൽക്കുന്നു എന്ന് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ ഇനി മറ്റൊരു കാര്യം, ഇത് തൂണ് നമ്മൾ പറഞ്ഞു, ഈ തൂണിൻ്റെ മേൽഭാഗമാണ്, തലഭാഗമാണ് ഈ കുമിഴ്. അങ്ങനെയാണെങ്കിൽ തൂണിനെ വിശ്വാസിക്ക് നിഴലായിട്ടാണ് വേദപുസ്തകം കാണിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വിശ്വാസിയുടെ തലഭാഗം ആണ് ഈ കുമിഴായിട്ട് നമുക്ക് ചിത്രീകരിച്ചിരിക്കുന്നത്. ആ കുമിഴ് വെള്ളിയാണ്. അപ്പം നമ്മുടെ തല എന്ന് പറയുന്നത് നമ്മുടെ ജീവനുമായിട്ട് വളരെ ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. നമ്മുടെ ബുദ്ധി, നമ്മുടെ കഴിവ്, ഇതെല്ലാമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഇതിൻ്റെ എല്ലാം വീണ്ടെടുപ്പ്, നമ്മളെ പാപത്തിന് വേണ്ടി നമ്മുടെ ബുദ്ധിയെ സമർപ്പിക്കപ്പെട്ടിരുന്നു, നമ്മുടെ എല്ലാത്തിനും വേണ്ടി സമർപ്പിക്കപ്പെട്ടിരുന്നതാണ്. അപ്പോൾ നമ്മുടെ ബുദ്ധിയെയും നമ്മുടെ തലച്ചോറിനെയും ഹൃദയത്തെ എല്ലാം വീണ്ടെടുത്ത ദൈവമാണ്. അപ്പോൾ ആ വീണ്ടെടുപ്പുകാരനെ നമ്മുടെ തലയായി, ഈ കുമിഴ് എന്ന് പറയുന്ന തലയുടെ ഭാഗമാണ്. ഇത് ക്രിസ്തുവിനെ കാണിക്കുന്നു. നമ്മുടെ തലഭാഗം അല്ലെങ്കിൽ ഈ വീണ്ടെടുപ്പിൻ്റെ കുമിഴ് ക്രിസ്തുവിന് നിഴലാണ്. അതിനൊരു വാക്യം നമുക്ക് വായിക്കാം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 11-ാം അധ്യായം 3-ാം വാക്യം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 11-ാം അധ്യായം 3-ാം വാക്യം. പ്രൈസ് ദി ലോർഡ്. അവിടെ നമുക്ക് ആ തിരുവെഴുത്ത് നമ്മളെ ഗ്രഹിപ്പിക്കും. ഏത് പുരുഷൻ്റെയും തല, എത്ര മനോഹരമായിരിക്കുന്നു ഇല്ലേ? തിരുവെഴുത്തുകൾ നമ്മളെ വളരെ വ്യക്തമായിട്ട്, സമാഗമന കൂടാരം എന്ന് പറയുമ്പോൾ നമുക്ക് തോന്നുന്നത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പഴയ പുറപ്പാടിൽ പോയിട്ട് വായിച്ചാൽ ഈ ഖദരമരവും കുറ്റിയും കൊളുത്തും എന്നൊക്കെ വായിച്ചാൽ നമുക്ക് ഒരു പിടിയും കിട്ടില്ല, അവിടെ വായിക്കാനേ തോന്നില്ല. പക്ഷെ പുതിയ നിയമമായിട്ട് അത് കണക്ട് ചെയ്യുമ്പോൾ, പുതിയ നിയമമായിട്ട് ബന്ധപ്പെട്ടിരിക്കുമ്പോൾ അതിൻ്റെ മഹത്വം, അതിൻ്റെ തേജസ് ഏറിയതാണ്. അപ്പം ഏത് പുരുഷൻ്റെയും തല ക്രിസ്തുവാണ്. സ്ത്രീയുടെ തല പുരുഷൻ, ക്രിസ്തുവിൻ്റെ തല ദൈവം അറിയണം. അപ്പോൾ നോക്കണം, ഇപ്പോൾ ഇതൊരു സിസ്റ്റമാണ്. ഞാൻ കുറച്ചുകൂടെ ലളിതമായിട്ട് എളുപ്പത്തിൽ പറയാം. ഏത് സ്ത്രീയുടെയും തല പുരുഷൻ, ഏത് പുരുഷൻ്റെയും തല ക്രിസ്തു, ക്രിസ്തുവിൻ്റെ തല തന്നെ അയച്ച പിതാവാൻ ദൈവം. നോക്കൂ എത്രല്ല. അപ്പോൾ ഇതൊരു സിസ്റ്റമാണ്. എല്ലാവരും ഒരു നിയന്ത്രണത്തിൻ്റെ, അല്ലേ? ക്രിസ്തു പിതാവായ ദൈവത്തിൻ്റെ നിയന്ത്രണത്തിന് കീഴിൽ, പുരുഷൻ ക്രിസ്തുവിൻ്റെ നിയന്ത്രണത്തിന് കീഴിൽ, സ്ത്രീ പുരുഷൻ്റെ നിയന്ത്രണത്തിന് കീഴിൽ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇതൊരു കുടുംബത്തിൻ്റെ ഒരു സിസ്റ്റത്തെയാണ് അവിടെ കാണിക്കുന്നത്, ഇല്ലേ? ശരിയല്ലേ?
ഏത് കുടുംബത്തിൻ്റെയും തല ആരാണ്? ഏത് കുടുംബത്തിൻ്റെയും തല പുരുഷനാണ്. പ്രൈസല്ലോ. ചില കുടുംബത്തിൻ്റെയൊക്കെ തല ആരാണ്? സ്ത്രീകളാണ്. സ്ത്രീകൾ ഭരിക്കുന്ന കുടുംബത്തിൻ്റെയൊക്കെ തല നമുക്കറിയില്ല, നാട്ടുകാർക്കറിയാം. എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാനത് അടിക്കടി പറയുന്ന ഒരു എക്സാമ്പിളാണ്. ചില വീടുകളിലൊക്കെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ ഓൾ ഇൻ ഓൾ സ്ത്രീയാണ്. പുരുഷൻ അവിടെ വേറെ റോളൊന്നുമില്ല. തമ്പുരാൻ സൃഷ്ടിച്ചു വെച്ചത് സ്ത്രീയുടെ തല പുരുഷനായിട്ട് തന്നെ ഇരിക്കണമെന്നാണ്. പിന്നെ ചില പുരുഷന്മാർ ഈ തലയുമല്ല വാലുമല്ലാത്ത ഒരു പരുവമാണ്. അവിടെ പിന്നെ ഈ ഇവരെ നമുക്ക് ഒരു കുറ്റവും പറയാൻ കഴിയില്ല. പിന്നെ ചില വീടുകളിൽ നമ്മൾ ഈ അവിടുത്തെ തല ആരാണ് നമ്മൾ തിരിച്ചറിയുന്നതിൻ്റെ വേറൊരു സിമ്പൽ ഞാൻ പറയാം. കല്യാണം, ഭവനപ്രതിഷ്ഠ, അതുപോലുള്ള ഇത്യാദി എല്ലാ പ്രധാനപ്പെട്ട പരിപാടികൾ നടക്കുമ്പോൾ ആളുകൾ കൊണ്ടുവന്ന് അവരുടെ ഗിഫ്റ്റും സഹായങ്ങളും സഹകരണങ്ങളും ഒക്കെ ആരുടെ കയ്യിലാണോ കൊടുക്കുന്നത് അവരാണ് അവിടുത്തെ തല. അപ്പം നാട്ടുകാർക്ക് വരെ അറിയാവുന്നതാണ്. അവിടുത്തെ പുരുഷനാണ് അവിടുത്തെ ഓൾ ഇൻ ഓളെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൈ കൊണ്ട് കൊടുക്കും. ഇല്ലെങ്കിൽ എല്ലാ ആളുകളും ചില വീടുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെയുള്ള ഫംഗ്ഷനിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ കണ്ടിട്ടുണ്ട്, ആൾക്കാരെല്ലാം കൂടി കൊണ്ടുവന്ന് ഈ പുള്ളിക്കാരൻ അവിടെ ഉണ്ടെങ്കിലും ഇനി അഥവാ ഉണ്ടെങ്കിലും പുള്ളിക്കാരൻ അവിടെ അങ്ങോട്ട് പോട്ടെ. ചുരുക്കത്തിൽ പറഞ്ഞാൽ സഹോദരിമാർ തൻ്റെ പുരുഷനെ, അത് ബൈബിളിൻ്റെ വ്യവസ്ഥ അനുസരിച്ചാണ് തൻ്റെ പുരുഷനെ, ചിലപ്പോൾ സ്ത്രീകളെക്കാളും അല്പം പ്രാപ്തിയോ കഴിവോ ഒക്കെ കുറഞ്ഞ ആളുകളായിരിക്കാം, എങ്കിലും അവരെ കുടുംബത്തിൻ്റെ തൻ്റെ തലയായി കുടുംബത്തിൻ്റെ നാഥനായിട്ടെങ്കിലും 4 പേരുടെ മുമ്പിൽ അവതരിപ്പിക്കണം. പ്രൈസലോൺ ഇരിക്കട്ടെ അവിടെ. അപ്പോൾ ഏത് പുരുഷൻ്റെ, ഇനി വേറൊരു കാര്യമുണ്ട്. അപ്പം ബൈബിളിൻ്റെ ഒരു വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ ഏത് കുടുംബത്തിലും സ്ത്രീ ആര് ഭരിക്കണം? സ്ത്രീയെ പുരുഷൻ ഭരിക്കണം, പുരുഷനെ ദൈവം ഭരിക്കണം. അതാണ് സിസ്റ്റം. പക്ഷേ ഇത് മനുഷ്യരായിട്ടെല്ലാം താറുമാറായി കളഞ്ഞു. അതുകൊണ്ട് ചില ആളുകൾ ചില സഹോദരിമാർ പറയും, എന്നെ ഇങ്ങനെ ഭരിക്കാനൊന്നും വരണ്ട, നിങ്ങൾ നിങ്ങളുടെ പാട് നോക്കിയാൽ പണി നോക്കിയത് എന്നെ ഭരിക്കാനൊന്നും വരരുത് എന്ന് പറഞ്ഞ് വിരട്ടുന്ന ആളുകളെ കണ്ടുണ്ട്. പക്ഷേ ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. വേദപുസ്തകം പറയുന്നു സ്ത്രീയെ പുരുഷൻ ഭരിക്കണം, പുരുഷനെ ദൈവം ഭരിക്കണം. എന്നിരുന്നാലും ബൈബിൾ നമുക്ക് കൊടുക്കുന്ന, സ്ത്രീ പുരുഷന് കൊടുക്കുന്ന ഒരു മഹത്വകരമായ ഒരവസ്ഥയുണ്ട്. അതിൻ്റെ 3 മുതൽ തുടർന്നുള്ള വാക്യം ഒന്ന് വായിച്ചേ. കൊരിന്ത്യർ ലേഖനം 3-ന്റെ തുടർന്നുള്ള വാക്യങ്ങൾ. അതിൻ്റെ 5-ാം വാക്യമാണെന്ന് കരുതുന്നു. പുരുഷൻ്റെ തേജസ് സ്ത്രീ ആകുന്നു എന്നുള്ള വാക്യം മുതൽ തുടങ്ങുന്നത് 5-ാം വാക്യമാണെന്ന് കരുതുന്നു. വായിച്ചു നോക്കി. സ്ത്രീയോ പുരുഷന്റെ, നോക്കണം, പുരുഷൻ ദൈവത്തിന്റെ പ്രതിമ, തേജസ്സുമാകയാൽ സ്ത്രീയോ പുരുഷന്റെ തേജസ്സാകുന്നു. ഇപ്പം നോക്കണം, ഒന്നാം മനുഷ്യൻ നമ്മൾ നോക്കണം. ഇനി നമുക്ക് അവിടെ ഇങ്ങോട്ട് വരാം. ഈ ദൈവം മനുഷ്യനെ സൃഷ്ടിക്കും, ദൈവത്തിൻ്റെ തേജസ്സായിട്ടാണ് മനുഷ്യൻ എന്ത് ചെയ്ത് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. സ്ത്രീ പുരുഷനിൽ നിന്നാണോ പുരുഷൻ സ്ത്രീയിൽ നിന്നാണോ ഉളവായത്? സ്ത്രീ പുരുഷനിൽ നിന്നാണ് ഉളവായത് എന്ന് പറഞ്ഞ് സ്ത്രീയെ ചവിട്ടി താഴ്ത്തേണ്ട കാര്യമില്ല. ബൈബിൾ സ്ത്രീക്ക് ഒരു മഹത്വകരമായ സ്ഥാനം കൊടുത്തിട്ടുണ്ട്. താഴോട്ട് വായിക്കുമ്പോൾ നമ്മൾ വായിക്കുന്നത്, എന്നാൽ ക്രിസ്തുവിൽ ഇവിടെ ഇങ്ങനെ ഭരണ സിസ്റ്റമൊക്കെ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ദൈവം അത് വച്ചേക്കുന്നതാണ്. അതെല്ലാം നല്ല. ഇപ്പം നമ്മളൊരു ഓഫീസിൽ പോയിട്ട് ഇപ്പോൾ എല്ലാവരും സ്ത്രീകൾ എല്ലായിടത്തും ഇപ്പോൾ അവർ സമത്വത്തിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്. നല്ല കാര്യമാണ്. എന്നാൽ അവരെ സമത്വമാക്കുകയാണ്. ക്രിസ്തുവിലുള്ള ഒരു കുടുംബം സമത്വത്തിലാണ് ജീവിക്കുന്നത്. അതല്ലേ വായിക്കുന്നത്? ക്രിസ്തുവിനെ സ്ത്രീയെ കൂടാതെ പുരുഷനുമില്ല ക്രിസ്തേശുവിൽ. അങ്ങനല്ലേ വായിക്കുന്നത്? ഒന്ന് വായിച്ചേ. ക്രിസ്തുവിൽ ആകയാൽ എന്നാൽ കർത്താവിൽ പുരുഷനെ കൂടാതെ സ്ത്രീയും ഇല്ല. അവിടെ തുല്യതയാണോ? അത് തുല്യതയാണ് ഇല്ലേ? അപ്പം ഒരു ക്രിസ്തീയ കുടുംബത്തിനകത്ത്, ഒരു ദൈവഭയമുള്ളൊരു കുടുംബത്തിനകത്ത് അവിടെ ഈഗോ ഇല്ല. അവിടെ ദൈവം അവർക്ക് നൽകപ്പെട്ടിരിക്കുന്ന പൊസിഷൻ, ബൈബിൾ അവർക്ക് നൽകപ്പെട്ടിരിക്കുന്ന പദവി എന്ന് പറയുന്നത് തുല്യതയാണ്. അത് ഏത് തുല്യത? പാൻറ്റും ഷർട്ടും ഇട്ട തുല്യത അല്ല. തലമുട്ടയടിച്ച് പുരുഷനെ പോലെ ആയ തുല്യത അല്ല. തുല്യതയാകാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കോപ്രായങ്ങൾ ചെയ്യാൻ കഴിയുന്നോ അതൊക്കെ ചെയ്തു നോക്കിയിട്ട് തുല്യമായിട്ടല്ല വരുന്നത്. അത് വികൃതമായിട്ട് വരുന്നു, വിഭിന്നമായിട്ട് വരുന്നു, എന്തൊക്കെയായി വരുന്നു. മനുഷ്യൻ ലോകം എല്ലാം കൂടെ പുരോഗമനവാദികളെല്ലാം കൂടെ സ്ത്രീയെ ഒരു പരസ്യ കോലമാക്കി തീർത്തു. മറിച്ച് നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് വിശുദ്ധ ബൈബിൾ, വിശുദ്ധ ക്രിസ്തീയ സഭ
വിശുദ്ധ ദൈവം, തൻ്റെ ഉടയവനായ ദൈവം സ്ത്രീക്ക് നൽകിയിരിക്കുന്ന പദവി എത്ര ശ്രേഷ്ഠകരം. സ്ത്രീയെ, നീ പുരുഷൻ്റെ തേജസ്സാണ്. പ്രൈസല്ലോ. നിന്നെ അവൻ ഭരിക്കുന്നുവെങ്കിൽ പോലും അവൻ്റെ തേജസ്സാണ് നീ, അവൻ്റെ അലങ്കാരമാണ് നീ. പ്രൈസല്ലോ. എന്നിട്ട് നിന്നെ പുരുഷനെ കൂടാതെ സ്ത്രീയുമില്ല, സ്ത്രീയെ കൂടാതെ പുരുഷനുമില്ല. നിങ്ങൾ തുല്യരാണ്. ആത്മീയമായി ക്രിസ്തുവിൻ്റെ ആത്മാവിനാൽ വീണ്ടെടുക്കപ്പെട്ട് ക്രിസ്തുവിൻ്റെ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ട് ജീവിക്കുന്ന ഒരു കുടുംബത്തിനകത്ത് അവിടെ ഏറ്റക്കുറച്ചിലില്ല. അവിടെ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലാകിയാൽ ദൈവത്തിൻ്റെ ആധിപത്യം ആ ഭവനത്തിനകത്തുള്ളത് കൊണ്ട് അവിടെ അങ്ങനെ ഒരു പ്രശ്നം വരാനുള്ള സാധ്യതയില്ല. എപ്പോഴാണ് പ്രശ്നം വരുന്നതെന്ന് ചോദിച്ചാൽ ദൈവ സാന്നിധ്യം വിട്ട്, ദൈവിക വ്യവസ്ഥ വിട്ട് അവിടെ ആരോ ഒരാൾ വ്യതിചലിച്ചു എന്ന് നമ്മൾ തിരിച്ചറിയണം. അവിടെയാണ് പ്രശ്നങ്ങളുടെ ആരംഭം കുറിക്കുന്നത്. ആകയാൽ ഇത് എന്തിനെ കാണിക്കുന്നു എന്ന് ചോദിച്ചാൽ ദൈവികമായ ക്രിസ്തു പുരുഷൻ്റെ തലയായിരിക്കുന്നു എന്നും സഭ ക്രിസ്തുവിന് കീഴടങ്ങിയിരിക്കണം എന്നുള്ളതിനും ഒരു തെളിവായി ഇതിനെ കാണിക്കുന്നു. അതാണ് അതിൻ്റെ കുമിഴികൾ നമുക്ക് പുതിയ നിയമസഭയ്ക്ക് തരുന്ന സന്ദേശം. രണ്ടാമത് നമ്മൾ വീണ്ടും നമ്മൾ ആ തൂണുമായിട്ടുള്ള ബന്ധത്തിൽ മറ്റൊരു കാര്യം നമുക്ക് ചിന്തിക്കാം. 27-ാം അധ്യായം, പുറപ്പാട് പുസ്തകം 27-ാം അധ്യായം 17-ാം വാക്യം. പുറപ്പാട് പുസ്തകം 27-ാം അധ്യായം 17-ാം വാക്യം. പ്രാകാരത്തിൻ്റെ എല്ലാ തൂണുകൾക്കും മേൽ വെള്ളി കൊണ്ട് മേൽ ചുറ്റുപടി ഉണ്ടാക്കണം. പ്രൈസ്. അതായത് ഒരു തൂണിൽ നിന്ന് അടുത്ത തൂണിലേക്ക് നമ്മളതിനെ ഈ ചുറ്റുപടി ഇങ്ങനൊരു സാധനം, ഒരു തൂണിൽ നിന്ന് മറ്റൊന്നുമായിട്ട് ബന്ധിപ്പിക്കുന്ന, രണ്ട് തൂണുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഇതുപോലൊരു വസ്തു. ഈ രണ്ട് തൂണുകളും ഇവിടെ നിൽക്കുന്നെങ്കിലും അതിനെ ചേർത്ത് നിർത്താൻ, ബലത്തോടെ നിർത്താൻ ഉപകരിക്കുന്ന ഒരു വസ്തുവാണ് ഈ ചുറ്റുപടി എന്ന് പറയുന്നത്. നമ്മൾ ചിലപ്പോഴൊക്കെ പറയാറുണ്ട്, പട്ടിക കഷ്ണം കൊണ്ട് രണ്ട് വസ്തുക്കളെ അടിച്ചു ചേർക്കുന്നത് പോലെ, ജോയിൻ്റ് ചെയ്തതുപോലെ ഈ തൂണ് ക്രിസ്തുവാകുന്ന താമ്രത്തിലാണ് നിൽക്കുന്നത്. പക്ഷെ താഴെ വീഴാതിരിക്കാൻ മേളിലൊരു ചുറ്റുപടിയും കൂടെ വെക്കാൻ പറഞ്ഞു, വെള്ളി കൊണ്ടുള്ള ചുറ്റെടുപ്പ്. അപ്പോൾ ഇതെന്തിനെ കാണിക്കുമെന്ന് ചോദിച്ചാൽ വെള്ളി വീണ്ടെടുപ്പിനെയാണ് കാണിക്കുന്നത്. പരസ്പരമുള്ള വിശ്വാസികൾ തമ്മിലുള്ള, ഇപ്പോൾ എന്നെ നോക്കണേ, ഒരു തൂണ്, അടുത്ത തൂണ്, ഈ രണ്ട് തൂണും രണ്ടും വിശ്വാസികളാണ്. വേദപുസ്തകത്തിൻ്റെ പുതിയ നിയമവ്യവസ്ഥ പ്രകാരം രണ്ട് വിശ്വാസികളാണ്. അപ്പോൾ ഈ രണ്ട് വിശ്വാസികൾ തമ്മിൽ വീഴാതിരിക്കാൻ എന്താ വേണം? ഈ പരസ്പരമായ ഒരു കൈകൊടുപ്പ്. ഇത് വേണം ഈ പട്ടിക അല്ലെങ്കിൽ ചുറ്റുപടി എന്ന് ഉദ്ദേശിക്കുന്നത്. നമുക്കൊരു വാക്യം വായിക്കാം. പത്രോസിൻ്റെ 1-ാം ലേഖനം 4-ാം അധ്യായം 7 മുതലുള്ള വാക്യം. പത്രോസിൻ്റെ 1-ാം ലേഖനം 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. പത്രോസിൻ്റെ 1-ാം ലേഖനം 4-ാം അധ്യായം 7 മുതൽ 10 വരെയുള്ള വാക്യമാണോ? വായിച്ചോളൂ. ജീവിക്കേണ്ടത് ഇല്ല. 5-5 വായിച്ചേ. അവണ്ണം ഇളയവരെ മൂപ്പന്മാർക്ക് കീഴടങ്ങുവിൻ. മറ്റൊരു ഭാഗത്ത് പത്രോസിന്റെ ലേഖനത്തിൽ പറയുന്നത് മേലും സഹോദര പ്രീതിയുള്ളവരായിരിക്കണം. പ്രൈസല്ലോ. തമ്മിൽ ഉറ്റ സ്നേഹമുള്ളവരായിരിക്കും, സഹോദര പ്രീതിയുള്ളവരായിരിക്കും എന്നൊക്കെ പത്രോസിന്റെ ലേഖനത്തിൽ വളരെ വ്യക്തമായിട്ട് വായിക്കുന്നു. ആ വാക്യം ഇപ്പോൾ എൻ്റെ ഓർമ്മയിലേക്ക് വരുന്നില്ല, പക്ഷേ പത്രോസിന്റെ ലേഖനത്തിലുണ്ട്, തമ്മിലും ഉറ്റ സ്നേഹമുള്ളവരായിരിക്കും, സഹോദര പ്രീതിയുള്ളവരായിരിക്കും എന്ന് നമ്മൾ വേദപുസ്തകത്തിൽ വായിക്കുന്നു. അപ്പോൾ ഇതെന്തിനെ കാണിക്കുന്നു വെച്ചാൽ വിശ്വാസികൾ തമ്മിൽ നിലനിൽപ്പിന് എന്താണ്? തൂണാകുന്ന വിശ്വാസിക്ക് നിലനിൽപ്പിന് പരസ്പരമുള്ള ഒരു സ്നേഹബന്ധം ആവശ്യമാണെന്ന് തിരുവെഴുത്ത് നമ്മളെ കാണിക്കുന്നു. അപ്പോൾ നമ്മൾ ക്രിസ്തുവാകുന്ന, എന്നെ വളരെ പ്രധാനത്തോടെ ചിന്തിക്കണം, ക്രിസ്തുവാകുന്ന താമ്രച്ചുവടിലാണ് നിൽക്കുന്നത്. എങ്കിൽ പിന്നെ നിന്നാൽ പോലെ നമ്മൾ നിലനിൽക്കില്ലേ? ന്യായമായൊരു ചോദ്യമാണ്. ക്രിസ്തുവിൽ നിലനിൽക്കുന്നവനോ വീഴാതെ നിൽക്കില്ലേ? പോരാ. ക്രിസ്തുവിൽ നിലനിൽക്കുന്ന വിശ്വാസിയാകുന്ന തൂണുകളെ പരസ്പരം നിങ്ങളുടെ നിലനിൽപ്പിന് പരസ്പരമുള്ള സഹോദര പ്രീതി നമുക്ക് ആവശ്യമാണ്, പരസ്പരമുള്ള പ്രാർത്ഥന നമുക്ക് ആവശ്യമാണ്. അതാണ് ഈ മേൽ ചുറ്റുപടി. അത് ഏത് ബന്ധത്തിലാണ്? വീണ്ടെടുപ്പ്. വെള്ളി ക്രിസ്തുവിലൂടെയുള്ള സ്നേഹബന്ധം. വെള്ളി ക്രിസ്തുവിന് നിഴലാണ്, വീണ്ടെടുപ്പിന് നിഴലാണ്. അതുകൊണ്ട് ക്രിസ്തുവിലൂടെയുള്ള ഒരു ബന്ധമാണ് നമുക്ക് ആവശ്യം എന്ന് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു. ഓക്കെ, നിൽക്കട്ടെ. മറ്റൊരു നാലാമത്തെ മറ്റൊരു താമ്രച്ചുവടുമായിട്ടുള്ള ബന്ധത്തിൽ
അഞ്ചാമത്തെ മറ്റൊരു ഒരു കാര്യം, ഇതിനെ പഞ്ഞി നൂൽ ചരട് കൊണ്ട് ഇതിനെ കെട്ടി നിർത്തിയിരിക്കുകയാണ് ചെയ്യുന്നത്. ഒന്ന് വായിക്കാമോ? പുറപ്പാട് പുസ്തകം 39:40. ആ ആ അതിൻ്റെ കയറ് മതി. 35:19 കൊടുന്ന് വായിക്കാം. 35:19 പുറപ്പാട് 35:19. 35:19 അവയുടെ കയറുകൾ മതി. ഇതിനെ ശ്രദ്ധിക്കണം. ഇത് നമ്മൾ ഒരു പക്ഷേ നിങ്ങൾ കാണാമായിരിക്കാം, ഈ തൂണുകളെ താഴേക്ക് കുറ്റി കണ്ടോ, അകത്തേക്കും പുറത്തേക്കുമായിട്ട് പിരിച്ച പഞ്ഞി നൂൽ ചരട് കൊണ്ട് ഇതിനെ ഒരു തൂണിനെ നമ്മൾ നിർത്തിയിട്ട് അതിൻ്റെ പുറത്തേക്കും അകത്തേക്കുമായിട്ട് വലിച്ചു കെട്ടിയിരിക്കുകയാണ്. എന്തിനാണെന്നറിയാമോ? വീണു പോകാതിരിക്കാൻ. മരുഭൂമിയിലെ പൊടിക്കാറ്റും മരുഭൂമിയിലെ പ്രതിസന്ധികളും വന്ന് ഇതിൻ്റെ മേലെ ആഞ്ഞടിച്ചിട്ട് വീണു പോകാതിരിക്കാൻ. ന്യായമായ ഒരു ചോദ്യം കൂടെ നമുക്ക് ചോദിക്കാം. കർത്താവേ, ഈ താമ്രമാകുന്ന ക്രിസ്തുവാകുന്ന താമ്ര ചുവടിൻ്റെ മേളിലല്ലേ ഞങ്ങൾ നിൽക്കുന്നത്, പിന്നെ എങ്ങനെ വീഴാനാണ് സാധ്യത? എങ്കിൽ ഞങ്ങൾ നിൽക്കുകയല്ലേ, എന്നെ നിർത്താൻ അങ്ങ് പ്രാപ്തനല്ലേ? ഇല്ല, തമ്പുരാൻ പറഞ്ഞിരിക്കുന്നു, നീ ക്രിസ്തുവിലാണ് നിൽക്കുന്നതെങ്കിലും ഈ ലോകത്തിൽ പ്രാകാരത്തിലാണ് നിൽക്കുന്നത്. ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പ്രൈസല്ലോ. കർത്താവ് പറഞ്ഞില്ലേ, നിങ്ങളുടെ ഹൃദയം എന്ത് ചെയ്യരുത്? കലങ്ങിപ്പോകരുത്. ഇല്ലേ? കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, നിങ്ങൾ അധർമ്മികളുടെ വഞ്ചനയിൽ കുടുങ്ങി നിങ്ങളുടെ സ്ഥിരത വിട്ടുപോകാതിരിക്കും. നോക്കണം, അപ്പം നമ്മുടെ ഈ സ്ഥിരത, ആത്മീക ജീവിതത്തെ തെറ്റിച്ച് കളയുന്ന മനുഷ്യരുണ്ട് ഇവിടെ. അധർമ്മികളുടെ വഞ്ചനയിൽ കുടുങ്ങി നിങ്ങളുടെ സ്ഥിരത വിട്ട് പോകരുത്. പ്രൈസല്ലോ. ജഡത്തിൻ്റെ മോഹങ്ങൾ വന്ന് നിങ്ങൾ പോകരുത്. അപ്പോൾ ഇങ്ങനെയൊക്കെ പോകാൻ ഇവിടെ സാധ്യതയുണ്ട്. പ്രാകാരത്തിൽ നിൽക്കുന്ന നീ വീഴാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്തോ ചെയ്തിരിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഒരു പഞ്ഞി നൂല്, വിശുദ്ധിയുടെ ഒരു നൂല് കൊണ്ട് ദൈവം ചെയ്തു. എന്താണ് ഈ നൂല്? ഹോശയ പ്രവാചകൻ്റെ പുസ്തകം 11:4 വായിച്ചാൽ ഈ നൂല് എന്തിനെ കാണിക്കുന്നു എന്ന് നമുക്ക് ചിന്തിക്കാം. മനുഷ്യപാശങ്ങൾ കൊണ്ട്, സ്നേഹബന്ധനങ്ങൾ കൊണ്ട് വലിച്ചു. മതി. അവരെ നുകം നീക്കിക്കളഞ്ഞ് എന്തോ പാശം കൊണ്ട് വലിച്ചു കെട്ടി നമ്മളെ. ദൈവത്തിൻ്റെ അല്ലേ സ്നേഹബന്ധനങ്ങൾ കൊണ്ട്, സ്നേഹത്തിൻ്റെ പാശങ്ങൾ കൊണ്ട് ദൈവം എന്ത് ചെയ്തു? നമ്മളെ കെട്ടി. അപ്പോൾ ഈ കയറിൻ്റെ പേരെന്താണ്? ദൈവസ്നേഹത്തിൻ്റെ കയർ. ലോകത്തിൻ്റെ അല്ല, ദൈവസ്നേഹത്തിൻ്റെ കയറ് കൊണ്ട് നമ്മളെ ദൈവം എന്ത് ചെയ്തിരിക്കുകയാണ്? എന്നെയും നിങ്ങളെയും എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ നിൽക്കുകയാണ്. അതുകൊണ്ട് പൗലോസ് പറഞ്ഞ ഒരു പദം, നിൽക്കുന്നു എന്ന് തോന്നുവാൻ എന്ത് ചെയ്യട്ടെ? വീഴാതിരിക്കാൻ ശ്രമിക്കട്ടെ. നീ നിൽക്കുന്നു, ശരിയാ. വേദപുസ്തകത്തിൽ റോമാലേഖനത്തിൽ പറഞ്ഞു, അതുകൊണ്ട് ആകെ സ്വാഭാവിക കൊമ്പുകളെ ആദരിക്കാതെ പോയെങ്കിൽ ദൈവം നിന്നെയും ആദരിക്കാതെ പോകാം. അതുകൊണ്ട് അവിടെ പറഞ്ഞിരിക്കുന്നൊരു പദമുണ്ടല്ലോ, നമ്മൾ ഉപദേശിമാരൊന്നും പൊതുവേദിയിൽ പ്രസംഗിക്കാൻ പറ്റിയൊരു പദമൊന്നുമല്ല. പൗലോസത്തിന് കഠിനമായിട്ടൊരു പദമാണ് ഉപയോഗിച്ചത്. അതുകൊണ്ട് 11-ാം അധ്യായത്തിൽ റോമർ 11 വേണമെങ്കിൽ ആ വാക്യം ഒന്ന് വായിക്കാം. റോമലേഖനം 11-ന്റെ 17 മുതലുള്ള ചില വാക്യങ്ങളൊന്ന് വായിച്ചേ. ആ ആ ആ അഹങ്കരിക്കാതെ ഭയപ്പെടുക. സ്വാഭാവിക കൊമ്പുകളെ നീ ദൈവം ആദരിക്കാതെ പോയെങ്കിൽ നിന്നെയും ആദരിക്കാതെ വന്നേക്കാം. അതുകൊണ്ട് പഴയ ബൈബിളിൽ ചൊല്ലിക്കുന്ന അഹങ്കാരം എന്ന് ഞെളിയാതെ നീ ഭയപ്പെടുക. പ്രൈസല്ലോ, ഹല്ലേലൂയ. നമ്മൾ കാൺമീൻ, നമ്മൾ ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ എത്ര വലിയ സ്നേഹത്തെ ദൈവം തന്നിരിക്കുന്നു. അപ്പോൾ ദൈവം നമ്മളെ സ്നേഹം കൊണ്ട്, വാസ്തവത്തിൽ രക്ഷിക്കപ്പെട്ട ദൈവമക്കളെ നമ്മൾ എത്രയോ പ്രാവശ്യം ദൈവസ്നേഹത്തിൽ നിന്ന് അകന്നു പോകാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. കഷ്ടം വന്നപ്പോൾ എത്രയോ പേർ എൻ്റെ ചെവിയിൽ കേട്ടിട്ടുണ്ട്. ദാരിദ്ര്യവും കഷ്ടവും പ്രയാസങ്ങളും ഒക്കെ വന്നപ്പോൾ ഞാൻ എന്തിനു ഈ ദൈവത്തെ സേവിക്കുന്നു, ഞാൻ ദൈവത്തെ സേവിച്ചിട്ടും എനിക്കിങ്ങനെയൊക്കെ ആണല്ലോ എന്ന് ചോദിക്കുന്ന ആളുകൾ ഒരുപക്ഷെ നമ്മളും അങ്ങനെ ചോദിച്ചിരുന്നിരിക്കാം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ദൈവമക്കളെ, ദൈവം നമ്മളെ എന്ത് ചെയ്തിരിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഇവിടെ നിങ്ങൾക്ക് ലോകത്തിൽ കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ
ജയിച്ചിരിക്കുന്നു. ഈ പ്രാകാരമെന്ന് പറയുന്നത് ശ്രദ്ധിക്കണം, ഈ പ്രാകാരമെന്ന് പറയുന്നത് എന്താണ്? ഭൂമിക്ക് നല്ലതാണ്. അപ്പോൾ ഈ ഭൂമിയിൽ ഇതെങ്ങനെയുള്ള സാധനമാണ്? ഭൂമി അനുഗ്രഹിക്കപ്പെട്ട സംഗതിയല്ല. നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കും. അപ്പം ശപിക്കപ്പെട്ട ഭൂമിക്കകത്തിരുന്നു കൊണ്ടാണ് ദൈവം എന്നെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത്. ഭൂമിയെ ദൈവം എന്ത് ചെയ്തു? ശപിച്ചു. അപ്പം ഈ ശാപം പിടിച്ച ഇതിനകത്ത് ഇനി അനുഗ്രഹമാണോ ഉണ്ടാകുന്നത്? ശാപത്തിൻ്റെ സൈഡ് എഫക്റ്റാണോ ഉണ്ടാകുന്നത്? ശാപത്തിൻ്റെ സൈഡ് എഫക്റ്റാണ്. അപ്പം ആ ശാപത്തിനകത്താണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ സൈഡ് എഫക്റ്റ് വരും. ആരാ? ഈ ശപിക്കപ്പെട്ട ഭൂമിയിൽ വീണ്ടെടുക്കപ്പെട്ടവരാണ് നിൽക്കുന്നത്. അപ്പോൾ ആ ശാപത്തിൻ്റെ ഈ ഭൂമിക്ക് വീണ്ടെടുപ്പുണ്ടായിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുക, സകല സൃഷ്ടികളും ദൈവത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി കാത്തുകൊണ്ടിരിക്കുന്നു. റോമാലേഖനത്തിൽ പറഞ്ഞിരിക്കുക. അപ്പോൾ ഇവിടെ ആ ഭൂമിയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ അപ്പോൾ അതിൻ്റെ ആദ്യം ഒന്നാം മനുഷ്യനായ ആദാമിനെ സൃഷ്ടിച്ചിരുന്ന ആ അന്നത്തെ നിഷ്പാപ യുഗമെന്ന് പറയും. ഇദ്ദേഹം പാപം ചെയ്യുന്നതിന് മുമ്പുള്ള അവസ്ഥ, ഒരു കാലഘട്ടത്തെ ബൈബിൾ പറയുന്ന വേദപണ്ഡിതന്മാർ പറയുന്ന ഒരു പദമുണ്ട്, നിഷ്പാപ യുഗം എന്ന് പറഞ്ഞാൽ പാപമില്ലാത്ത യുഗം, ഒരു കാലഘട്ടം, ഒരു നിശ്ചിത പീരീഡ്. ആ കാലഘട്ടത്തിൽ എന്തില്ലായിരുന്നു അറിയണം? ഭൂമിയിൽ രോഗമില്ലായിരുന്നു, ഭൂമിയിൽ കഷ്ടപ്പാടില്ല, കണ്ണുനീരില്ല, രോഗമില്ല, ദുരിതമില്ല, ഇതൊന്നുമില്ലായിരുന്നു. എന്നാൽ പാപം ചെയ്തതിന് ശേഷമാണ് എന്ത് ചെയ്തത്? ഈ രോഗവും ദുരിതവും നെടുവീർപ്പും നിലവിളിയും എല്ലാം ഉണ്ടായത്. അപ്പോൾ ആ പാപനിമിത്തം ഉണ്ടായ സൈഡ് എഫക്റ്റാണ് ഈ ഭൂമിയിൽ. ആ ഭൂമിക്ക് വീണ്ടെടുപ്പുണ്ടായിട്ടില്ല. അവിടെയാണ് ദൈവം നമ്മളെ വീണ്ടെടുത്ത് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ ചൂട് കാറ്റും പ്രശ്നമൊക്കെ നമുക്കടിക്കും. രോഗം വരും, ദുരിതം വരും, കഷ്ടപ്പാട് വരും, കടഭാരം വരും, നിന്ന വരും, അപമാനം വരും, നെടുവീർപ്പ് വരും, ഇതെല്ലാം വരും. പ്രൈസ് ദി ലോർഡ്. അവിടെ ഒരുവൻ ക്രിസ്തുവിലായാലും കഷ്ടപ്പാടുണ്ട്. ഞാൻ നിങ്ങൾ ഈ സങ്കീർത്തനം വായിക്കുന്നത്, നമ്മൾ അധികം ആളുകളും സങ്കീർത്തനം വായിക്കുന്നവരാണ്. സങ്കീർത്തനത്തിനകത്ത് ഭക്തന്മാർ പറയുന്ന കാര്യം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എൻ്റെ ദൈവമേ, ഞാൻ എൻ്റെ രാവും പകലും എൻ്റെ കണ്ണുനീർ എനിക്ക് ആഹാരമാക്കിയിരിക്കുന്നു. ഈ സങ്കീർത്തനം വായിച്ചാൽ ഒരു മനുഷ്യൻ്റെ പച്ചയായ ജീവിതങ്ങളെ ആ സങ്കീർത്തനത്തിനകത്ത് കാണാൻ കഴിയും. ശത്രുക്കൾ എൻ്റെ നേരെ വായ് പിളർന്നു വരുന്നു പറയുന്ന അനുഭവം പറയുക. ഒരു ഭക്തൻ തൻ്റെ അനുഭവം പറയുക. ശത്രുക്കൾ എനിക്ക് ചുറ്റും ഭീതിയാണ്, എന്നെ നിന്ദിക്കുന്നവർ, എൻ്റെ പ്രാണസ്നേഹിതൻ പോലും എനിക്ക് നേരെ കുതികാല ഉയർത്തിയിരിക്കുന്നു, എന്നെ നിന്ദിക്കുന്നവർ അനേകരായിരിക്കുന്നു. കണ്ടോ? അപ്പോൾ ഭക്തനായതുകൊണ്ടൊന്നും കാര്യമില്ല, ഇവിടെ ഇതെല്ലാം ഉണ്ടാകും. ഉണ്ടാകുമ്പോൾ അപ്പം നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മൾ ദൈവത്തോട് ചോദിക്കുന്നത്, കർത്താവേ, ഞാൻ അങ്ങയുടെ മകനാണ്, എങ്കിൽ പിന്നെ എനിക്ക് ഈ കഷ്ടതകളൊക്കെ വരണോ? ശരിയല്ലേ? ഗിദിയോൻ ചോദിച്ചതുപോലെ ഇതെല്ലാം ദൈവം ഞങ്ങളോടുകൂടെ ഉണ്ടെങ്കിൽ പിന്നെ ഇതൊക്കെ ഞങ്ങൾക്ക് വരണോ? അപ്പോൾ ഇങ്ങനെയുള്ളൊരു സാഹചര്യം ഇവിടെ ഉണ്ടാകും. അവിടെയാണ് ദൈവം നമ്മളെ വീഴാതെ വണ്ണം കെട്ടി നിർത്തേണ്ടത്. പ്രൈസ് ദി ലോർഡ്. പിന്നെ ഇതെല്ലാം ചോദിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വന്ന പോരായ്മകൾ, ക്രിസ്തുവിനെ അറിഞ്ഞതിന് ശേഷം നമ്മളെല്ലാം ഏതോ സ്വർഗത്തോളം വസിക്കുന്ന ഏതോ വലിയ വിശുദ്ധന്മാരൊന്നുമല്ല. നമ്മുടെ ജീവിതത്തിൽ ചിന്തയിലോ കണ്ണിലോ എവിടെയെങ്കിലും ഒക്കെ പോരായ്മകൾ സംഭവിച്ചിരിക്കാം. അവിടെയൊക്കെ ദൈവത്തിൻ്റെ നീതിയും ദൈവത്തിൻ്റെ വിശുദ്ധിയും വെച്ച് നോക്കിയിട്ടാണെങ്കിൽ നമ്മളെ ദൈവത്തിൻ്റെ മക്കളെന്നല്ല 7 അയലുമൊക്കെ തടിപ്പിക്കാൻ കൊള്ളാത്തവരായിട്ടാണ് തീരുന്നത് ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ, ദൈവത്തിൻ്റെ നിർമ്മലതയിൽ. പക്ഷേ അവിടെ എല്ലാം നമ്മളെ പിന്നെയും ക്രിസ്തുവിൽ തന്നെ നിർത്തിയിരിക്കുന്നതിൻ്റെ കാര്യം എന്ന് ചോദിച്ചാൽ, അവന് മക്കളോടെന്ന പോലെ, ഒരപ്പന് മക്കളോടെന്നതുപോലെ കരുണ തോന്നുന്നത് കൊണ്ടാണ്. ആ സ്നേഹത്തിൻ്റെ കയറാണ് നമ്മളെ കെട്ടി നിർത്തുവാൻ ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് അത് നമ്മൾ മറന്നു കളയാതിരിക്കുക. ഓക്കെ, നമ്മൾ വായിച്ചത് സ്നേഹത്തിൻ്റെ കയറുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു? കെട്ടി നിർത്തിയിരിക്കുന്നു. യൂദായുടെ ലേഖനം 24-25 വാക്യം കൊടുന്ന് വായിക്കാം. യൂദായുടെ ലേഖനം 24-25, റോമർ 8-35 മുതൽ 39 വരെയുള്ള വാക്യം. യൂദായുടെ ലേഖനം 24-25 വാക്യങ്ങൾ. വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തൻ്റെ മഹിമാ സന്നിധിയിൽ കളങ്കമില്ലാതെ ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന് മതി. പ്രൈസ് എന്നേക്കും ആമേൻ. എന്നേക്കും സ്തോത്രം. അപ്പം നമ്മളെ വീഴാതെ വണ്ണം, നമ്മളെ വിളിച്ച ദൈവം വീഴാതെ വണ്ണം. കണ്ടോ, ഈ സ്നേഹം എങ്ങനെ വീണു പോകാൻ സാധ്യതയുണ്ട്. നമ്മളങ്ങ് മുകളിലെത്താതെ വീണു പോകാൻ സാധ്യതയുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ചരട് കൊണ്ട് നമ്മളെ കെട്ടി നിർത്തി. എങ്ങനെയാ? പ്രൈസ് ദി ലോർഡ്. അത് ദുഃഖത്തോടെ ഇരുന്നു. ഒരു പക്ഷേ അന്ന് രാത്രി കിടന്നുറങ്ങിയപ്പോൾ നമുക്ക് ദൈവം തന്ന ഒരു നല്ല ദർശനത്തിലൂടെ ദൈവം നമ്മുടെ മനസ്സിനെ ശാന്തമാക്കി.
അല്ല, നമ്മൾ വേദനയോടും പ്രയാസങ്ങളോടും 100 ചോദ്യങ്ങളോടും കൂടി ഇരുന്നു. ഒരു സന്ദേശം, തിരുവഴുത്തിൻ്റെ ഒരു സന്ദേശം ടെലിവിഷനിലൂടെയോ അല്ല, നമ്മുടെ പ്രൈസലോട് ഏതോ ഒരു ശുശ്രൂഷകൻ്റെ കൂട്ടായ്മയിൽ നമ്മൾ കടന്നു ചെന്നപ്പോൾ ദൈവം നമുക്ക് ആ സന്ദേശത്തിലൂടെ നമ്മളോട് മറുപടി പറഞ്ഞു. ഇല്ല, ബൈബിൾ വായിച്ചു, ദൈവം നമ്മളോട് മറുപടി പറഞ്ഞു. നമ്മുടെ ഹൃദയം ശാന്തമായി, നമ്മുടെ വേദനകൾ ഒഴുകിപ്പോയി. നമ്മൾ ക്രിസ്തുവിൽ കർത്താവേ നിനക്ക് നന്ദി എന്ന് പറയുവാൻ നമ്മളെ പ്രാപ്തരാക്കി. അതാണ് ദൈവത്തിൻ്റെ സ്നേഹം. പ്രൈസലോ, നമ്മളെ വീഴാതെ വണ്ണം അവൻ തന്നെ നിർത്തി. അതുകൊണ്ട് ഭക്തൻ ചോദിച്ചൊരു കാര്യമുണ്ട്. റോമലേഖനം 8:35 മുതലുള്ള വാക്യം എന്ന് വെച്ചാൽ, അതുകൊണ്ട് പൗലോസ് അനേക കഷ്ടങ്ങൾ 1 Corinthians 40 5 വട്ടം ഉണ്ട്. പട്ടിണി അനുഭവിച്ചു, പൈതാഹം അനുഭവിച്ചു, നഗ്നത അനുഭവിച്ചു, കള്ളന്മാർ ആപത്ത് അനുഭവിച്ചു, കാട്ടിലെ ആപത്ത് അനുഭവിച്ചു, കഷ്ടങ്ങൾ അനുഭവിച്ചു, കല്ലേറ് അനുഭവിച്ചു. ഇതെല്ലാം അനുഭവിച്ചൊരു ഭക്തൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. റോമർ 8:35 ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നതാർ? കഷ്ടതയോ, സങ്കടമോ, ഉപദ്രവമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ കൊല്ലുന്നു, എണ്ണുന്നു എന്നെഴുതിയിരിക്കുന്നല്ലോ. മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കുന്നു. പ്രൈസ്. അതുകൊണ്ട് ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ എന്നെ എൻ്റെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് വേർപിരിപ്പാൻ സാധ്യമല്ല എന്ന് അദ്ദേഹം ഹൃദയത്തിൽ ഉറച്ചു. ഈ പകലിൽ നമ്മൾ ഈ തൂണ് എന്ന സന്ദേശത്തിനകത്ത് നമ്മൾ ഉള്ളടക്കം ചെയ്തിരിക്കുന്ന സത്യമുണ്ട്. നമ്മളെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ ദൈവം ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മളെ ദൈവം നിർത്തിയിരിക്കുന്നു. നമ്മൾ നിൽക്കുകയല്ല. ചിലർ പറയാറുണ്ട്, എൻ്റെ എൻ്റെ മുഴങ്കാലിൻ്റെ തഴമ്പ് കണ്ടോ, ഇതാ എന്നെ നിർത്തിയിരിക്കുന്നത്. സ്തോത്രം. ഓക്കെ, ഞാനത് സമ്മതിക്കുന്നു. നമ്മൾ പ്രാർത്ഥിക്കുന്നവനാണ് ദൈവത്തിന് ഇഷ്ടം. നമ്മുടെ മുഴങ്കാലിലെ തഴമ്പ്, പ്രൈസലോ, നമ്മൾ ആ മുഴങ്കാലിലെ തഴമ്പ് മാത്രമല്ല നമ്മൾ നിർത്തിയിരിക്കുന്നത്, ക്രിസ്തുവിൻ്റെ സ്നേഹം. എൻ്റെ മുഴങ്കാലിലെ തഴമ്പുള്ളപ്പോൾ തന്നെ എന്തൊക്കെ കുരുത്തക്കേട് നിനക്കുണ്ട്. പ്രൈസലോ, ഇല്ലേ? ദൈവത്തിൻ്റെ നീതി, ദൈവത്തിൻ്റെ മാനദണ്ഡം അനുസരിച്ച് നമ്മളെ നോക്കിയാൽ നമ്മൾ പ്രൈസലോ നമ്മളൊന്നുമല്ല. പ്രൈസലോ. അപ്പോൾ അത് ഞാൻ പറഞ്ഞത് നമ്മൾ പാപിയാണെന്നോ നമ്മൾ പാപം ചെയ്യാനുള്ള ലൈസൻസോ ഒന്നുമല്ല ഞാൻ പറഞ്ഞത്. നമ്മുടെ ജീവിതത്തിലെ പോരായ്മകൾ അനേകം ഇനിയും ഉണ്ട്. പ്രൈസലോ. അവിടെ എല്ലാം ദൈവം നമ്മുടെ സ്നേഹത്താൽ നമ്മളെ ചേർത്ത് നിർത്തിയിരിക്കുകയാണ്. അത് നമ്മൾ ഓർക്കണം. അതാണ് ഈ സ്നേഹത്തിൻ്റെ ചരട്. അതാണ് ഈ ചരട്. അക്ഷരാർത്ഥത്തിൽ ഈ തൂണ് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ദൈവം കെട്ടുന്നതാണ്, അക്ഷരാർത്ഥത്തിൽ. പക്ഷേ അതിനകത്ത് ഒരു ആത്മീക മർമ്മം, ഒരു ആത്മീക തത്വം, ദൈവം ഒരു പൊരുളിനെ അതിനകത്ത് നിറച്ച്. പുതിയ നിയമവിശ്വാസിയെ നീ നിൽക്കുകയല്ല, ഞാൻ നിന്നെ നിർത്തിയിരിക്കുകയാണ്. ഓക്കെ, അങ്ങനെ ഇനി നമുക്കൊരു വാക്യം കൂടെ വായിച്ച് അങ്ങനെ നമുക്ക് അവസാനിപ്പിക്കാം. വെളിപ്പാട് പുസ്തകം 3:12 വായിച്ച്, ജയമെടുക്കുന്നവനെ ഞാൻ എൻ്റെ ആലയത്തിലെ വായിച്ച ജയിക്കുന്നവനെ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ആലയത്തിൽ തൂണാക്കും. മതി. പ്രൈസ് ഹല്ലേലൂയ. അപ്പോൾ ഈ തൂണ് വിളിച്ച് പറയുന്ന മറ്റൊരു മർമ്മമുണ്ട്. നമ്മൾ വായിച്ചതുപോലെ എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിച്ചു. എന്താ വായിച്ചത്? ന്യായപ്രമാണം വരുവാനുള്ള നിഴലല്ലാതെ കാര്യങ്ങളുടെ ഒറിജിനൽ അല്ല. അപ്പം നിഴലാണെങ്കിൽ ആ പൊരുൾ എവിടെ? പുതിയ നിയമത്തിൽ ആ പൊരുൾ ഇരിക്കുന്നു. അതാ സത്യം. അപ്പോൾ ഈ പുതിയ നിയമം പഴയ നിയമം ഇത് നമ്മൾ ഈ സമാധാനോട് ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ ബൈബിൾ നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാകും. ഈ പുതിയ നിയമത്തിലും പ്രത്യേകിച്ചും ലേഖനങ്ങൾ വായിച്ചാൽ അധികം ആർക്കും മനസ്സിലാകില്ല. ലേഖനത്തിൻ്റെ അകത്ത് കിടന്ന് തപ്പും. പക്ഷേ പഴയ നിയമത്തിൻ്റെ മുഴുവൻ വെളിപ്പാടാണ് ലേഖനങ്ങളായിട്ട് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതിന് നമ്മളിപ്പോൾ ഇത് രണ്ടും കൂടെ താരതമ്യം ചെയ്ത് ഇതിനകത്തുള്ള പൊരുളിനെ നമ്മൾ വേർതിരിച്ചെടുക്കുമ്പോൾ ഇതാണ് സത്യമെന്നും അത് എവിടെ വന്ന് അവസാനിക്കുന്നത് എവിടെ? ഇപ്പോൾ ഈ തൂണ് ഇവിടെ വച്ചിരിക്കുന്ന ഈ സമാഗമന കൂടാരത്തിലെ തൂണ് അത് വന്ന് അവസാനിച്ചത് എവിടെ? എന്നിലും നിങ്ങളിലുമാണ്. അതിൻ്റെ മർമ്മം വെളിപ്പെടുന്നത് എന്നിലും നിങ്ങളിലുമാണ്. അപ്പോൾ ബൈബിൾ പറയുന്നു, ഞാൻ ജയമെടുക്കുന്നവനെ പ്രാകാരമാകുന്ന ഭൂമിയിൽ നിന്ന് ജയമെടുക്കുന്നവനെ അതിവിശുദ്ധ സ്ഥലമായ ആലയത്തിൽ വരുവാനിരിക്കുന്ന കൂടാരത്തിൽ തൂണാക്കുമെന്ന് പറഞ്ഞാൽ അവിടെ ഒരു കല്ലാങ്കുടി നിർജ്ജീവ വസ്തുവാക്കുമെന്നല്ല. അതിൻ്റെ അർത്ഥം നിന്നെ അവിടെ ഒരു തൂണിൻ്റെ ചുമതലയുള്ള, അങ്ങനെ ഒരു പദവിയുള്ള അനുഭവത്തിൽ തേജസ്സേറിയ ഒരു തൂണാക്കി, പൊന്നു പൊതിഞ്ഞ തൂണാക്കി നിർത്തിയിരിക്കുന്നത് പോലെ നിന്നെ ഞാൻ തേജസ്സിന് മേൽ തേജസ് പ്രാപിച്ച മഹനീയമായ ഒരു തൂണ് പോലെ ദൈവം നിന്നെ ആക്കും. ജയമെടുക്കുന്നവനെ എൻ്റെ ആലയത്തിലെ തൂണാക്കും. അപ്പോൾ അതിൻ്റെ രണ്ട് അർത്ഥം ഗലാത്യ ലേഖനം 2:9 വെളിപ്പാട് പുസ്തകം 3:12 കൂടെ ചേർത്ത് വായിച്ചാൽ ഈ തൂൺ ആരാണ്? കതിരമരത്തിൻ്റെ തൂൺ ആര് തന്നെയാണ്? നമ്മൾ തന്നെയാണ്. ഞാനും നിങ്ങളും തന്നെയാണ് എന്ന്
ആമേൻ അറിയാം. അതുകൊണ്ട് ആകയാൽ ഈ തൂണ് വിളിച്ചു പറയുന്നത് എന്നെയും നിങ്ങളെയുമാണ്. പഴയ നിയമത്തിൽ നിഴലായിട്ട് വെച്ചേക്കുന്നത് രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട പുതിയ നിയമ വിശ്വാസി ശുശ്രൂഷകൻ കർത്താവിൻ്റെ സഭയുടെ, നമ്മൾ പറഞ്ഞ ആമേൻ ഏതോ ഒരു കെട്ടിടത്തിൻ്റെ അല്ല, ആ കൂട്ടായ്മയുടെ ആമേൻ തൂണിൻ്റെ പദവി അലങ്കരിച്ച് തൂണായി പ്രവർത്തിച്ച് നിലനിന്ന് ജയമെടുത്താൽ കർത്താവ് തൻ്റെ മഹത്വത്തിൽ നമ്മളെ കൈവടിയാതെ നമ്മളെ ആമൻ അനുഗ്രഹീതമായ പദവിയിൽ ദൈവം നമ്മെ ആമൻ ആദരിക്കുമെന്നുള്ളതിന് സംശയമില്ല. ആകയാൽ ഈ തൂണെന്നുള്ള സന്ദേശം നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ആകയാൽ ഈ സന്ദേശം കേട്ട് ഈ സന്ദേശം നിങ്ങളെ രൂപാന്തരപ്പെടുത്തട്ടെ, ഈ സന്ദേശം നിങ്ങളെ പുതിയ സൃഷ്ടിയാക്കട്ടെ. ഈ സന്ദേശത്തിനകത്ത് നിങ്ങൾ തൂണെന്നുള്ള പദവിയിൽ ദൈവം നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നു, എന്നെ നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നു. ആ പദവി നിർവഹിക്കാൻ കഴിയാതെ ആരെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, ആ പദവിയിലേക്ക് വരുവാൻ നിങ്ങളുടെ വീഴ്ചയെ തിരിച്ചറിഞ്ഞുകൊണ്ട് ക്രിസ്തു നിങ്ങളെ ഈ ഭൂമിയിൽ, ഈ പ്രാകാരമാകുന്ന ഭൂമിയിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വത്തെ ആമൻ മറ്റുള്ളവരുടെ നോക്കിയിട്ടല്ല, മുഖം നോക്കിയിട്ടല്ല, എന്നെ കർത്താവ് എൻ്റെ ഈ കൂട്ടായ്മയിൽ, എന്നെ ഈ പ്രാദേശിക സഭയിൽ എന്നെ തൂണാക്കി വെച്ചിരിക്കുന്നു. എൻ്റെ ഉത്തരവാദിത്വം എന്താണ്? ഈ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണോ? പ്രാർത്ഥിക്കുക. ഇല്ല നിൻ്റെ സമ്പത്ത് കൊണ്ട് ആമൻ സഹായിക്കാനാണോ? അത് ചെയ്യുക. അല്ല നിൻ്റെ ശരീരം കൊണ്ട് അവിടെ എന്തെങ്കിലും ആമൻ ആവശ്യം, നിൻ്റെ സാന്നിധ്യം കൊണ്ട് അവിടെ എന്തെങ്കിലും ചെയ്തെടുക്കാനുണ്ട് ആ കൂട്ടായ്മയുടെ വളർച്ചയ്ക്ക്, അത് ചെയ്യുവാൻ ഞാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. ഏൽപ്പിച്ചതിന് ഉത്തരവാദിത്തോടെ ചെയ്ത് കർത്താവെ എന്നെ ഏൽപ്പിച്ചതിന് ഞാൻ ചെയ്തിരിക്കുന്നു, എന്നെ വീഴാതെ വണ്ണം നിർത്തണമേ എന്ന് അനുദിനം പ്രാർത്ഥിച്ചാൽ ദൈവം നിന്നെ മഹത്വത്തിൽ തേജസ്സുള്ള തൂണായി നിർത്തുവാനായിട്ടിടയായിത്തീരും. ഈ സന്ദേശം കേട്ട എല്ലാവർക്കും ഒരിക്കൽ കൂടെ എൻ്റെ ഹൃദയംഗമായ നന്ദിയും വന്ദനങ്ങളും അറിയിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. അടുത്ത ആമൻ എപ്പിസോഡിൽ നമുക്ക് പ്രാകാരത്തിൻ്റെ വാതിലുകളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കും. അതിനായി കാത്തിരിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.